സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 22 വാക്യം 48. യേശു അവനോട്, യൂദായെ, മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടോ കാണിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 22 അധ്യായം 48 വാക്യത്തിൽ യേശുവിൻ്റെ ശിഷ്യനായിരുന്ന യൂദ ഇസ്കര്യോത്താവിൻ്റെ വഞ്ചനയാണ് നാം കാണുന്നത്, ചതിയാണ് നാം കാണുന്നത്. യൂദ യേശുവിൻ്റെ ശത്രുക്കളുടെ അടുക്കൽ പോയി, അഥവാ മഹാപുരോഹിതന്മാരുടെ അടുക്കൽ പോയി, ഞാൻ അവനെ നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾ എനിക്ക് എന്ത് തരുമെന്ന് ചോദിക്കുകയും അവർ 30 വെള്ളിക്കാശ് യൂദായ്ക്ക് കൊടുക്കുകയും ചെയ്തു. അന്ന് മുതൽ യൂദ യേശുവിനെ ശത്രുക്കൾക്ക് കാട്ടിക്കൊടുക്കുവാൻ തക്കം പാർത്ത് നടക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ ആദ്യമായി യൂദ ചെയ്യുന്നത് യേശുവിനെ ചുംബിക്കുവാനായിട്ട് അടുത്തു വരികയാണ്. ആ സമയമാണ് യേശു ചോദിക്കുന്നത്, യൂദായെ, മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടാണോ കാണിച്ചു കൊടുക്കുന്നത്? ചുംബനം സ്നേഹപ്രകടനമാണ്. ചുംബനം സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഇങ്ങനെ സ്നേഹത്തിൻ്റെ പ്രതീകവും സ്നേഹത്തിൻ്റെ അടയാളവും ആയ ചുംബനത്തെ യൂദ ഇവിടെ ശത്രുക്കൾക്ക് യേശുവിനെ കാട്ടിക്കൊടുക്കുവാനുള്ള ആയുധമായി ഉപയോഗിക്കുകയാണ്, മാർഗമായി ഉപയോഗിക്കുകയാണ്. യൂദാസ് വിചാരിക്കുകയാണ്, ഞാൻ യേശുവിനെ ഒന്ന് ചുംബിക്കുന്നത് മൂലം ശത്രുക്കൾ യേശുവിനെ കാണുകയും അറിയുകയും അതോടൊപ്പം യേശു എന്നെ തിരിച്ചറിയുകയുമില്ല എന്ന് വിചാരിച്ചു. ഞാനാണ് യേശുവിനെ കാട്ടിക്കൊടുക്കുന്നതെന്ന് യേശു മനസ്സിലാക്കുകയുമില്ല എന്നായിരിക്കും യൂദായുടെ വിചാരം. എന്നാൽ മനുഷ്യൻ്റെ നിരൂപണങ്ങൾ, മനുഷ്യൻ്റെ ചിന്തകൾ, മനുഷ്യൻ്റെ ആലോചനകൾ പോലും അവൻ്റെ ഹൃദയത്തിൽ വരുന്നതിന് മുമ്പേ, അധരങ്ങളിൽ എത്തുന്നതിന് മുമ്പേ അറിയുന്ന യേശു അവൻ ചുംബിക്കാൻ വരുന്നത് കണ്ടപ്പോൾ തന്നെ അവനോട് ചോദിക്കുകയാണ്, നീ എന്നെ ചുംബനം കൊണ്ടാണോ കാണിച്ചു കൊടുക്കുന്നത്? ഇവിടെ സ്നേഹം, പ്രത്യേകിച്ച് യേശുവിനോടുള്ള യൂദായുടെ സ്നേഹപ്രകടനമായി യൂദായുടെ വഞ്ചനയാണ് നാം കാണുന്നത്. ഇന്ന് സമൂഹത്തിൽ ഇപ്രകാരമുള്ള ചതിയും വഞ്ചനയും മുഖംമൂടികളും നിരവധി നാം കാണുന്നുണ്ട്. സ്നേഹത്തിൻ്റെ ഭാഷയിൽ, സ്നേഹത്തിൻ്റെ വാക്കുകളിൽ, സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളിൽ, സ്നേഹത്തിൻ്റെ അഭിനയങ്ങളിൽ, സമൂഹ മാധ്യമങ്ങളിലൂടെ അനേകരെ സ്നേഹിക്കുന്നതായി നടിക്കുകയും പിന്നത്തേതിൽ അവരുടെ ജീവനും ജീവിതവും സമ്പത്തും അപഹരിക്കുന്നതും നാം കാണുന്നുണ്ട്. ഇത് ഒരിക്കലും പാടില്ലാത്തതാണ്. കാരണം നാം ഒരു വ്യക്തിയെ വിശ്വസിച്ച് സ്നേഹിക്കുമ്പോൾ ആ വ്യക്തി നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്ന വിശ്വാസവും വിശ്വസ്തതയും സ്നേഹവും
അവർ തിരിച്ചു പ്രതീക്ഷിക്കുന്നതിന് വിരുദ്ധമായി മാറുമ്പോൾ അവരുടെ മനസ്സ് തകരുകയാണ്, അവരുടെ ഹൃദയം തകരുകയാണ്. ഇങ്ങനെ സ്നേഹത്തിന് പകരം ഇപ്രകാരമുള്ള ചതിയും വഞ്ചനയും ലഭിച്ചത് കാരണം കോടിക്കണക്കിന് മനുഷ്യർ ഈ ലോകത്തിൽ അകാലത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആത്മഹത്യകളിലേക്ക് തള്ളിവിടപ്പെട്ടിട്ടുണ്ട്. അതെ, സ്നേഹം ഒരിക്കലും ഇപ്രകാരം വഞ്ചിക്കുന്ന, ചതിക്കുന്ന, മറ്റുള്ളവരെ നശിപ്പിക്കുന്നതിന് ആയുധമാക്കാതിരിക്കാം. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ എന്നാണ് വചനം പറയുന്നത്. മാത്രമല്ല, ദൈവം സ്നേഹം തന്നെ എന്നും തിരുവചനം പറയുന്നു. ആമേൻ, ആമേൻ.